നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കുവൈറ്റിലെ സബാഹ് അൽ സലേമിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. പൊതുസുരക്ഷാ വിഭാഗം നടത്തിയ പരിശ്രമത്തിലാണ് ഈ രഹസ്യ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയത്. തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനാ നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ജിദ്ദ ജിസാൻ ഹൈവേയിലെ അല്ലയത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ബാദുഷ ഫാരിസിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കി. വേനൽക്കാലത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ജനറൽ ഫയർഫോഴ്സ് മേധാവി മേജർ ജനറൽ തലാൽ അൽ റൂമി അൽ മുഹമ്മദ് മറൈൻ സെന്റർ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. നിരോധിത മരുന്നുമായി ഉംറയ്ക്കെത്തി സൗദിയിൽ പിടിയിലായ മലയാളി ജയിൽ മോചിതനായി. കുടുംബസമേതം ഉംറയ്ക്കെത്തിയ മലപ്പുറം അരീക്കോട് സ്വദേശിയായ മുസ്തഫയാണ് നിയമക്കുരുക്കിലകപ്പെട്ട് 4.5 മാസം ജയിലിൽ കഴിയേണ്ടി വന്നത്. സുഹൃത്ത് കൊടുത്തയച്ച ഒരു മരുന്നിലാണ് ഇദ്ദേഹത്തിന് കുരുക്ക് മുറുങ്ങിയത്. സുഹൃത്ത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തയച്ച ഒരു ഗുളികയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ദുരിതമായി മാറിയത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത താജിക്കിസ്ഥാനി ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അബ്ദുറോസിക്കിനെ മോചിപ്പിച്ചു. ഷാർജയിലെ ഒരു അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ പ്രവാസി ഇന്ത്യക്കാരി മരിച്ചു. അൽമജസ് 2 പ്രദേശത്തെ അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ നീതി തേടി അമ്മ. മകളുടെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടരുതെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു.